ജീവിതത്തിൽ താൽക്കാലിക സുഖത്തിന് വേണ്ടിയാണ് പലരും വഴിവിട്ട ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും പിന്നാലെ പോകുന്നത്. ഒടുവിലത് വലിയ ദുരന്തത്തിൽ കലാശിക്കുന്നത് പലപ്പോഴും കേൾക്കാറുണ്ട്. കോട്ടയം സ്വദേശിനിയായ സുധയും കൊച്ചി പൊന്നുരുന്നിയിലെ ഷാജിയും തമ്മിലുള്ള സൗഹൃദത്തിനും ഇങ്ങനെയൊരു കഥ പറയാനുണ്ട്. വിവാഹമോചിതയായ ശേഷമാണ് സുധ ഷാജിയുമായി അടുക്കുന്നത്. ഇവർ പല ദിവസങ്ങളിലും കൊച്ചിയിലെ ലോഡ്ജിൽ പരസ്പരം നേരിൽ കാണാറുണ്ട്. കഴിഞ്ഞ രാത്രി ഷാജി വിളിച്ചതനുസരിച്ച് വൈറ്റിലെത്തിയതാണ് സുധ. അതവരുടെ അവസാന കൂടിക്കാഴ്ചയായിരുന്നു. ഷാജി പെൺസുഹൃത്തിനെ കൊല്ലാനായി വിളിച്ചു വരുത്തിയതാണ്. വാക്കുതർക്കത്തിനിടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രതി കാറിൽ രക്ഷപ്പെട്ടു. ആദ്യം ആത്മഹത്യയെന്ന് കരുതിയ കേസിൽ CCTV ദൃശ്യങ്ങൾ കൊലയാളിയിലേക്ക് വിരൽ ചൂണ്ടി. അങ്ങനെ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതി ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എന്തിനാണ് ആ പാതിരാത്രിയിൽ ഇരുവരും വൈറ്റിലെത്തിയത്? കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നു ഇത്. വിശദമായി അന്വേഷിക്കുകയാണ് പോലീസ്. വൈറ്റിലയിലൂടെ കടന്നുപോയ അമൃത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് ട്രാക്കിനോട് ചേർന്ന് യുവതിയുടെ മൃതശരീരം ആദ്യം കാണുന്നത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് ട്രെയിനിൽ നിന്നും വീണ് മരിച്ചതാണോ എന്ന സംശയത്തിൽ പരിശോധന നടത്തി. എന്നാൽ ട്രെയിൻ തട്ടി മരിച്ചതിന്റെ പരിക്കുകളല്ല മൃതദേഹത്തിൽ കണ്ടത്. മുഖത്തടിച്ചതിന്റെ പാടുകളും ശരീരത്തിൽ രക്തക്കറയും. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കൊലപാതകത്തിനുള്ള സാധ്യത പോലീസ് ഉറപ്പിച്ചു. തൊട്ടടുത്ത് കണ്ടെത്തിയ മൊബൈൽ ഫോണിന്റെ സിം വിശദാംശങ്ങൾ കോട്ടയം സ്വദേശി സുധാ ബേബി എന്ന യുവതിയിലേക്ക് പോലീസിനെ എത്തിച്ചു. ട്രെയിനിന് മുന്നിൽ ചാടിയുള്ള ആത്മഹത്യയെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാകുമെന്ന് പ്രതി കരുതിയേക്കാം. എന്നാൽ എറണാകുളം കോട്ടയം ട്രാക്കിന്റെ സർവീസില്ലാത്ത ഉപയോഗമില്ലാതെ കിടക്കുന്ന പാളത്തിലാണ് മൃതദേഹം പ്രതി ഉപേക്ഷിച്ചത്. ഭർത്താവുമായി പിരിഞ്ഞു ജീവിക്കുന്ന യുവതി ഷാജിയുമായി സൌഹൃദത്തിലായിരുന്നു. വിവാഹിതനായ ഷാജി ഹൈക്കോടതി മുൻ ജീവനക്കാരനുമായിരുന്നു. ഇരുവരുടെയും ബന്ധത്തിലുണ്ടായ തർക്കമാണ് കൊലപാതക കാരണമെന്നാണ് പോലീസ് പറയുന്നത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇരുവരും തമ്മിൽ ബലപ്രയോഗവും നടന്നു. ശരീരത്തിൽ മുറിപ്പാടുകൾ കണ്ടെത്തി. രക്തം വാർന്നതും മരണത്തിന് കാരണമായി. ഷാജിയും സുധാ ബേബിയും കാറിൽ നിന്നിറങ്ങി റെയിൽവേ ട്രാക്കിലേക്ക് നടന്നുപോകുന്ന CCTV ദൃശ്യം പോലീസ് കണ്ടെത്തി. തിരികെ കാറിലേക്ക് കയറുമ്പോൾ പ്രതിയുടെ ഷർട്ടിൽ ചോരപ്പാടുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളാണ് നിർണായകമായത്. കൊച്ചി വൈറ്റ്ല മേൽപ്പാലത്തിന് തൊട്ടു താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത്. നിരവധി സ്ഥാപനങ്ങൾ സമീപത്തുണ്ടെങ്കിലും രാത്രിയായാൽ വെളിച്ചമില്ലാത്ത ഈ പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.